Hello everyone, welcome back to our channel Lifestyle Beats with Harsha. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഞാൻ ഈ വീക്കിൽ ഫുള്ളും നയൻതാര ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരെണ്ണം നമ്മൾ ചെയ്തു, അത് നല്ല ഒരു തനി നാടൻ ലുക്ക്, നമ്മളൊരു വെസ്റ്റേൺ ലുക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ചൊരു എത്നിക് വിയറിൻ്റെ കൂടെ ചെയ്യാനുള്ള ഒരു ലുക്ക് ചെയ്യുന്നുണ്ട്, വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ നയൻതാര ഇൻസ്പയർഡ് മേക്കപ്പിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് കുറച്ച് ഒരു പ്രോപ്പർ വെസ്റ്റേൺ എന്നും പറയാൻ പറ്റില്ല, എന്നാൽ പ്രോപ്പർ ഇന്ത്യൻ എന്നും പറയാൻ പറ്റില്ല, സംവെയർ ഇൻ ബിറ്റ്വീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ സ്പെഷ്യലി മേക്കപ്പും ഹെയർ സ്റ്റൈലും മാത്രമേ ശ്രദ്ധിക്കുന്നു, ആൻഡ് ജ്വല്ലറി ഓഫ് കോഴ്സ്. പക്ഷെ ഞാൻ കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഡ്രസ്സ് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിൻ്റെ ഒപ്പം നമുക്കത് ചെയ്യാൻ പറ്റും. ഈ ഒരു പെർട്ടിക്കുലർ ലുക്കാണ് ഇന്നത്തെ ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന റെഫറൻസ്. ഇതാ ഫുൾ പിക്കിൽ കാണുമ്പോൾ ഹൈ ബണ്ണാണ് ചെയ്തേക്കുന്നത്, ആൻഡ് ചെറിയൊരു സ്റ്റഡാണ് ഇട്ടേക്കുന്നത്. നയൻതാരയുടെ ഒരു സിഗ്നേച്ചർ മേക്കപ്പ് ലുക്കാണ് ഈ ഒരു കോൾ ഐ ലുക്ക് എന്നൊക്കെ പറയാനായിട്ട്. പിന്നെ ഒരു പൊട്ടും തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ലുക്കാണ്. അപ്പം എല്ലാ തവണയും ഞാൻ പറയുന്ന പോലെ തന്നെ ഇന്നും ഞാൻ പറയുകയാണ്, ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് അവരുടെ മേക്കപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫുൾ ലുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്ത് നോക്കുന്നതാണ്. ദാറ്റ് നമുക്കത് വിയറബിൾ ആണോ അല്ലയോ, അതല്ലാണ്ട് ഞാൻ നയൻതാര ആവാൻ ശ്രമിക്കുകയെ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇനി വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫേസ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. കാരണം നയൻതാരയുടെ സ്കിന്നൊക്കെ നല്ല സൂപ്പർബായിട്ടുള്ള സ്കിന്നാണ്, നല്ല ബേസൊക്കെ നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള ബേസാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഒരു അലോവേറ ജെല്ലാണ് ഇവിടെ എടുക്കുന്നത്. ഇന്ന് ഞാൻ വോയിസ് ഓവർ അല്ല കേട്ടോ കൊടുക്കുന്നത്. ഇന്ന് എനിക്ക് തോന്നി ഞാൻ ശരിക്കും വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചൂട് സഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫാനും എ സി ഒക്കെ ഓൺ ചെയ്യും. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യും റെഗുലർ ബേസിസിൽ പോലും കേട്ടോ, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഫേസ് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുക, എന്നാലേ നമ്മൾ ഇടുന്ന സാധനത്തിന് ഭംഗി വരുള്ളൂ. ഈ അലോവേറ ജെല്ലിന്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും കൂടി ഇടാൻ പോവാണ്. ഇത് മമാഎർത്തിന്റെ ആപ്പിൾ സൈഡർ വിനെഗർ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഈ മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് എൻ്റെ ഫേസ് ഒരുപാട് ഓയിലി ആക്കുന്നുണ്ട്. ഓയിലി ഇൻ ദ സെൻസ് നല്ല ഓയിലി അല്ല, ഒരു വൃത്തികെട്ട ടൈപ്പ് ഒരു ഓയിലിയാണ് ആക്കുന്നത്. പക്ഷെ ബ്രേക്ക്ഔട്ട്സ് ഒന്നുമില്ല ഇത് വെച്ചിട്ട്. ഫേസ് മേക്കപ്പിന് ആദ്യമേ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ എടുക്കുകയാണ്. ഇത് പർപ്പിളിൻ്റെ ഫൗണ്ടേഷനാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫൗണ്ടേഷൻസിൽ ഒന്നാണ് കേട്ടോ. കാരണം നല്ല കവറേജ് തരുന്നത്, നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണിത്. അപ്പോൾ ഇത് ഫൗണ്ടേഷൻ കുറച്ച് എടുത്തിട്ട് ഇടാൻ മറക്കരുത്. എന്നിട്ട് നമുക്കിത് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഡാംപ് ബ്യൂട്ടി ബ്ലെൻഡറാണിത് കേട്ടോ. നമ്മളൊരു കൺസീലർ അപ്ലൈ ചെയ്യാൻ പോവാണ്. കൺസീലർ ഞാൻ NYBയുടെ കൺസീലറാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് അണ്ടർ ഐസിൽ മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ടും ഇതും ഒന്ന് ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ elaeanor ഈ ഒരു ഡ്രൈ ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. ഇത് നല്ല നമ്മൾ പ്രത്യേകിച്ച് ഒരു ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ആൻഡ് ഇതുണ്ടെങ്കിൽ നമ്മുടെ ബേസ് മേക്കപ്പ് ശരിക്കും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് ജസ്റ്റ് എടുത്തിട്ട് ഞാൻ ഒന്ന് ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാണ്.
ഇനി നമുക്ക് ഐബ്രോസ് ചെയ്യാം. ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ അടിപൊളി ഒരു പ്രോഡക്റ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഗ്ലാം 21-ൻ്റെ ഐബ്രോ കിറ്റാണ്. ഇതിലിതാ ഇങ്ങനെ നമുക്ക് 4 ഷെയ്ഡ് കിട്ടുന്നുണ്ട്. ഒരു ഐബ്രോ വാക്സും കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പൊതുവെ എടുക്കുന്നത് ഈ 2 ഷെയ്ഡാണ്. ഈ 2 ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യാറുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഞാൻ ഒരു സ്പൂളി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് എനിക്ക് ഐബ്രോസിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുമല്ലോ. എന്നിട്ട് നയൻതാരയുടെ ഐബ്രോസ് ശരിക്കും ഒരു ബ്രൗൺ കളർ പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. നയൻതാരയുടെ ഐബ്രോസ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഐബ്രോസ് ആണ്. എൻ്റെ ഇത് കുറച്ച് ഞാനിങ്ങനെ ആർച്ച് പോലെയാണ് വയ്ക്കാറുള്ളത്. അപ്പം അതിന് കുറച്ച് വ്യത്യാസം വരും. രണ്ടും ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് സ്പൂളി വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഐബ്രോ പ്രോഡക്റ്റൊക്കെ എല്ലാം നന്നായിട്ട് നമ്മുടെ ഐബ്രോസിൽ ആയിക്കോളും. നല്ലൊരു ഷേപ്പും വരും. ഇനി നമ്മൾ ഐ മേക്കപ്പിലേക്കാണ് കടക്കാൻ പോണത്. ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നയൻതാരയ്ക്ക് ഞാൻ പറഞ്ഞൊരു സിഗ്നേച്ചർ മേക്കപ്പ് ലുക്ക് ഉണ്ട്. ഐഷാഡോ, ഐലൈനർ, സ്മജ്ഡ് ആയിട്ടുള്ളൊരു കാജൽ, അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ പൊതുവെ ഐ മേക്കപ്പ് കാണാൻ കഴിയുന്നത്. ഇതിലും അതുപോലെ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ മേക്കപ്പ് ലുക്കിലും അതുപോലെ തന്നെ ആയിരിക്കും. ജസ്റ്റ് ഒരു ബേസ് മേക്കപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു മേക്കപ്പ് റെവല്യൂഷൻ്റെ പാലറ്റാണ് എടുക്കുന്നത്. അത് എടുത്തിട്ട് അതിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു ബ്രൗൺ കളർ എടുക്കുകയാണ് കേട്ടോ. ഈ ബ്രൗൺ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒരു ബേസ് മാത്രം കൊടുക്കുകയാണ്. കാരണം ഒരു നല്ലൊരു ബ്രൗൺ കളർ ബേസ് ആണ് കൊടുത്തേക്ക്. ബ്രൗൺ ആൻഡ് ഒരു ലൈറ്റ് പിങ്ക് കളറും ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ആദ്യമേ തന്നെ ഈ ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഐലിഡ്സിൽ ഫുള്ളും ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് തന്നെ ഈ ഒരു ഷെയ്ഡ് എടുക്കുകയാണ്. ഈ ഒരു ഷെയ്ഡ് ഇതെടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഈ ഒരു പിങ്ക് കളറും നയൻതാരയുടെ കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐസിൻ്റെ ബേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. കണ്ണിൻ്റെ മേളിൽ ഐലൈനർ എഴുതാം. അതിന് ഞാൻ കാജൽ തന്നെയാണ് എടുക്കുന്നത്. കാജൽ ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് കണ്ണിൻ്റെ മേളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ലോവർ വാട്ടർ ലൈനിലും ഇതേപോലെ തന്നെ കണ്ണിൻ്റെ മേളിലത്തെ വാട്ടർ ലൈനിലും ഒന്ന് കാജൽ അപ്ലൈ ചെയ്യുക. സെയിം ബ്രൗൺ കളർ എടുത്തിട്ട് ജസ്റ്റ് ലോവർ വാട്ടർ ലൈൻ ഒന്ന് ലോവർ വാട്ടർ ലൈൻ സ്മോക്ക് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മസ്കാര അപ്ലൈ ചെയ്യാൻ പോകട്ടോ. മസ്കാര അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഐലാഷസ് ഒന്ന് കേർഡ് ചെയ്യാണ്. വേണ്ടിയിട്ട് മേബിലിൻ ഹൈപ്പർ കേൾ മസ്കാരയാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് ജസ്റ്റ് മസ്കാരയൊക്കെ നയൻതാര മസ്കാര നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട് മസ്കാരയുടെ ആ സ്ട്രോക്സ് ശരിക്കും പുള്ളിക്കാരിയുടെ കണ്ണുകളിൽ. ഇനി നമുക്ക് ബാക്കി ഫേസ് ആണ്. ബാക്കി ഫേസിന് വേണ്ടിയിട്ട് ഞാൻ SFRന്റെ കോൺടോർ, ഹൈലൈറ്റ്, ബ്ലഷ്, ബ്രോൺസർ പാലറ്റാണ് എടുക്കുന്നത്. ഇത് മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു പാലറ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാലറ്റാണ് കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു ബ്രോൺസി ലുക്കാണ് നയൻതാരയുടെ ഈ ഒരു പിക്കിൽ കാണുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ഫേസ് ഒന്ന് ബ്രോൺസ് ചെയ്യാണ്. ചെറുതായിട്ടൊന്ന് കോൺടോറും കൂടെ ചെയ്യണം കേട്ടോ. നയൻതാരയുടെ ഫേസ് നോസ് നല്ല കോൺടോർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് നമ്മളൊന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഫസ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് ആണ് വരുന്നത്. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ NYBയുടെ ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് എടുക്കുന്നത്. ഇത് പാഷനറ്റ് പെമല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ലൊരു ന്യൂഡ് പിങ്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ജസ്റ്റ് നമുക്ക് ആദ്യമേ ഇടാം. ഞാൻ എന്താ ഈ ലോറിയൽ പാരീസ് റൂജ് സിഗ്നേച്ചർ കളക്ഷൻസിലെ 116 ഐ എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇതിന്റെ മേലൊന്ന് ജസ്റ്റ് ടോപ്പ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇനി പോയി വേഗം ഹെയർ സ്റ്റൈലും കമ്മലും ഇട്ടിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മൾ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി, ഹെയർ സ്റ്റൈല് ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ട് തൊടണം, സിന്ദൂരം തൊടണം. അപ്പോൾ പൊട്ട് ഞാൻ എന്താ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെയാണ് പൊട്ട് തൊടുന്നത്. തൊട്ടിട്ടുണ്ട്. അപ്പോൾ സിന്ദൂരം നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ തൊടാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് സാരിയുടെ കൂടെ ചെയ്യാം. അതല്ല നിങ്ങളൊരു ആണ് ഇടുന്നതെങ്കിൽ വെസ്റ്റേണിന്റെ കൂടെ നിങ്ങൾ പൊട്ട് മാത്രം ജസ്റ്റ് മായച്ച് കളഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് ഒബ്വിയസ്ലി വെസ്റ്റേണിന്റെ കൂടെയും ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കോമെന്റ്. ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ആ ഒരു റെഡ് ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് അമർത്തിയാൽ മതി. അപ്പം തനിയെ സബ്സ്ക്രൈബ് ആയിക്കോളും. എല്ലാ തവണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ജസ്റ്റ് ആ ബെൽ ഐക്കണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. അപ്പം നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.